ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിജനെ, അതായത് നമ്മുടെ ഭൂമിയെ അജയ് വിവാഹം കഴിക്കുകയാണ് കേട്ടോ. ആരെയും അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഭൂമിയെ താലി ചാർത്തിക്കൊണ്ട് അജയ് സൗഭാഗ്യപുരത്തേക്ക് എത്തുകയാണ് കേട്ടോ. എല്ലാവർക്കും ആദ്യം ഒരു ഷോക്കായിരുന്നു അത്. എങ്കിലും സത്യനും അതുപോലെ തന്നെ മുത്തശ്ശിക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുകയാണ് കേട്ടോ ഭൂമിയെ. അവർക്ക് നേരത്തെ തന്നെ മുന്നേ തന്നെ ഭൂമിയുമായിട്ടൊരു ആത്മബന്ധം തോന്നിയിരുന്നു. അങ്ങനെ ഭൂമിയെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ അജയുടെ ഈ ഒരു തീരുമാനത്തോട്, അജയുടെ ഈ ഒരു ആഗ്രഹത്തോട് എല്ലാവരും സമ്മതിക്കുകയാണ് കേട്ടോ, ഭവാനിയും മകളും ഒഴികെ. അങ്ങനെ ഭവാനിയും അഞ്ജനയും കൂടെ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ, നമ്മൾ പിടിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ്റെ ഇഷ്ടപ്രകാരമല്ല അവൻ ജീവിക്കുകയുള്ളൂ. നമ്മൾ അവൻ ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുത്തിട്ട് നാളെ അവൻ അനുഭവിക്കുന്നത് നമ്മൾ തന്നെ കാണണ്ടേ? അതുകൊണ്ട് രണ്ടുപേരും കൂടെ ജീവിതം തകർക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അഞ്ജന മോളെ നീ പറഞ്ഞങ്ങ് മനസ്സിലാക്കിപ്പിച്ചാൽ മതി എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അതെല്ലാം കൂടെ കേട്ട് ഭവാനി ആകെ തകർന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭവാനി തൻ്റെ തീരുമാനങ്ങളൊന്നും വിടാൻ ഒരുക്കായിരുന്നില്ലേ. അതായത് ഇത്രയും കാലം താൻ കഷ്ടപ്പെട്ടതും ഈ ചെയ്തു കൂട്ടിയതും എല്ലാം ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടും തൻ്റെ അവകാശങ്ങൾ അവിടെ അടിയുറച്ച് നിർത്താനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. തൻ്റെ ഭർത്താവ് മരിച്ചത് കൊണ്ട് തന്നെ തനിക്ക് അവിടെ സ്ഥാനമില്ലാതാകുമോ എന്നുള്ളൊരു ഭയം ഭവാനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സ്വത്തുക്കളൊന്നും പുറമേ പോകാതിരിക്കുവാനും ഇവിടെ തന്നെ തൻ്റെ അസ്തിത്വം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അഞ്ജനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നമ്മുടെ ഭവാനി ശ്രമിക്കുന്നത്. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തിയതുപോലെ എല്ലാ പ്ലാനിങ്ങുകളും തകർന്നടിയുകയാണ് കേട്ടോ. ഇത് ഭവാനിക്കും മകൾക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ്. അങ്ങനെ ഇവരുടെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വർദ്ധിക്കാനുള്ള ഒരു കാരണമായി തീരുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഒരു എഗ്രിമെൻ്റ് വിവാഹമായിരിക്കുമല്ലോ നമ്മുടെ അജയുടെയും ഭൂമിയുടെയും. മറ്റാരും അത് അറിയുന്നില്ല എങ്കിലും അവർ ആ ഒരു രീതിയിൽ അങ്ങ് ജീവിക്കുകയാണ്. പക്ഷേ പുറമെ നല്ല സ്നേഹം തന്നെ ആയിരിക്കും എല്ലാവരുടെ മുൻപിൽ ഇവർ അഭിനയിക്കുക. കാരണം എല്ലാവർക്കും ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. നീ ഇത്ര സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് അതൊന്നും നിൻ്റെ മുഖത്തൊന്നും കാണുന്നില്ലല്ലോ, ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങളൊന്ന് കറങ്ങാൻ പോകുന്നത് പോലും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് ചോദിക്കുമ്പോൾ അജയ്ക്ക് മനസ്സിലാകുകയാണ് എല്ലാവർക്കും ഒരു സംശയം തോന്നുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഇനി സംശയത്തോടു കൂടി നോക്കും. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റെഡിയാക്കണം. അതായത് ഇവരുടെയൊക്കെ മുൻപിൽ നല്ല സ്നേഹനിധികളായ ദമ്പതികളായിട്ട് തന്നെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അജയ് ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭൂമിയോട് പറയുന്നുണ്ട്, നീയും കൂടി ഇരിക്കുക, നീയും കൂടെ കഴിക്കുക, ഒരുമിച്ച് കഴിക്കാം നമുക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭൂമിയെ അടുത്തിരുത്തി കഴിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ വിളമ്പി കഴിക്കുക, നിനക്ക് ഈ കറി വല്ലാത്ത ഇഷ്ടമല്ലേ, നീ ഇത് കഴിച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് സ്നേഹിച്ച് കൊല്ലുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുകയാണ് കേട്ടോ അജയ്. ഇതൊക്കെ കണ്ടിട്ട് അഞ്ജന കലിയിളകി എഴുന്നേറ്റ് പോവുകയാണേ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നീ നിൻ്റെ ഭാര്യയ്ക്ക് നീ ഊട്ടുകയോ വിളമ്പി കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യടാ. അവൾക്ക് അസൂയ കുശുമ്പോൾ അവളെ ഒന്നും നന്നാക്കാൻ പോകുന്നില്ല, അതാരാ ഭവാനിയുടെ മകളല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു പ്രകടനം ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട്? എന്ത് സ്നേഹനിധിയായ ഭർത്താവായിരുന്നു, വല്ല കോമ്പറ്റീഷനും പോകുന്നുണ്ടോ, ഭാര്യ ഭർത്താക്കന്മാരുടെ തരത്തിലുള്ള വല്ല കോമ്പറ്റീഷനും പോകുന്നുണ്ടോ, ആക്ടിങ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, അതെ അങ്ങനെ ആക്ട് ചെയ്തതാണ്. കാരണം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, നമ്മൾ തമ്മിൽ പ്രണയിക്കുന്നില്ല, സ്നേഹിച്ച് വിവാഹം കഴിച്ചിട്ട് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഇല്ലല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുമ്പിൽ നമ്മൾ നല്ല സ്നേഹനിധികളായ ദമ്പതികളാണെന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ ചെയ്തത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെയാണല്ലേ, എന്നാൽ ഇനി മുതൽ ഞാനും അഭിനയിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവിടെ കുസൃതികളും കുറുമ്പുകളും ഒക്കെ ആയിരിക്കും കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഭവാനിയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഭൂമി ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണേ. അപ്പോൾ എന്താ ആൻറ്റി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നീ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി തരണ്ട, നീ തന്നതൊക്കെ എനിക്ക് ധാരാളം എന്നൊക്കെ പറയാണേ. ഈ സമയത്ത് ഭൂമി ചോദിക്കുന്നുണ്ട്, എന്തിനാ ആൻറ്റി എന്നോട് ഇങ്ങനെ ദേഷ്യം വെച്ച് പുലർത്തുന്നത്? ആൻറ്റിയുടെ മകളുമായിട്ട് ഏട്ടനുമായിട്ട് വിവാഹം ഉറപ്പിച്ചു, പക്ഷേ ഏട്ടൻ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല എന്നെ വിവാഹം കഴിച്ചത്, അതിന് ഇങ്ങനെ വൈരാഗ്യ ബുദ്ധി മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതൊന്നും നീ പറഞ്ഞു തരേണ്ട കാര്യമില്ലടി, ചേരിയിൽ ജനിച്ച് ചേരി വളർന്നവളാ, എന്നെ പഠിപ്പിക്കാൻ വരുന്നത് കൊലയാളിയുടെ കുടുംബത്തു നിന്ന് വന്നതല്ലേ, ആ കൊണവെ നീയൊക്കെ കാണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ ഓരോന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ
ഭൂമി പറയുന്നുണ്ട്, ഞാൻ എന്തും സഹിക്കും, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞല്ലോ അത് ഞാൻ സഹിക്കില്ല എന്ന് പറയുമ്പോൾ, ഓ നീ എന്നെ എന്തോ ചെയ്യും, ഞാൻ പറഞ്ഞതാണോ കുറ്റം, നാട്ടുകാർ കാണുക നിൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ തള്ളയാണെന്ന് എല്ലാവരും അറിഞ്ഞതല്ലേ, ഇപ്പം ജയിലിലും അല്ലേ, ഇനി ഞാൻ പറഞ്ഞതാണോ കുറ്റം എന്നൊക്കെ പറയുമ്പോൾ, നാട്ടുകാർ കണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള സത്യം ആർക്കും അറിയില്ലല്ലോ, അത് കോടതിയിൽ തെളിയിക്കും, ഞങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ, നിങ്ങൾ തെളിയിക്കുന്നിടം വരെ കൊലയാളി നിൻ്റെ അമ്മ തന്നെയല്ലേ, അതുകൊണ്ട് കൊലയാളിയുടെ മോളല്ലേ നീ, അപ്പം നീ ആ ഗുണമല്ലേ കാണിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും, ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കരുത് നിങ്ങൾ എന്ന് പറയുമ്പോൾ, നീ സംസാരിച്ചാൽ നീ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ, ഭൂമി തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ടേ ഞാൻ എന്തും ചെയ്യും എന്നിങ്ങനെ പറയാനുണ്ടോ. ആ ഭൂമിയുടെ അടിയുറച്ച ആ ഒരു സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ഭവാനിക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭവാനിയാണെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരായിട്ട് നീ നോക്കിക്കോ, നീ അധിക കാലം നീ ഇവിടെ വാഴില്ല എന്ന് പറഞ്ഞിട്ട് ഭവാനി അങ്ങനെ തിരിച്ചു പോകുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്, എന്ത് പറ്റി, എന്ത് സുഖമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പമില്ല മുത്തശ്ശി, എന്താന്ന് പറ, എന്നോട് പറ മോള് എന്ന് പറയുമ്പോൾ, അല്ല ഇപ്പോൾ ആൻറ്റി ഇവിടേക്ക് വന്നു. ആൻറ്റിയോ, ആര്, ഭവാനിയോ? എന്നിട്ട് എന്നോട് പറയായിരുന്നു ഞാൻ കൊലയാളിയുടെ കുടുംബത്തു നിന്ന് വന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മേനെ അധിക്ഷേപിച്ച രീതിയിലാണ് സംസാരിച്ചത്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതല്ല മുത്തശ്ശിക്കറിയാലോ, എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസുകാർ വന്ന് കഥക് തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ കത്തി വെച്ച് കുത്തി വലിച്ചൂരണ പോലെയല്ല കണ്ടത്. പക്ഷെ അതിന് മുന്നേ എന്നാ നടന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. എൻ്റെ അമ്മേനെ ഞാൻ പുറത്ത് കൊണ്ടുവരും, നിരപരാധിയാണെന്ന് തെളിയിച്ച് ഞാൻ കൊണ്ടുവരിക തന്നെ ചെയ്യും. അച്ഛനെയും അമ്മയും കുറിച്ച് പറയുമ്പോൾ അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും, അതെനിക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറം മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളൊന്നും സങ്കടപ്പെടാതെ പ്രയാസപ്പെടാതെ, അവൾക്ക് ഒരു ബുദ്ധിയില്ലാത്തവളാ, അത് മാത്രമല്ല അവൾക്ക് അവളുടെ മോളെ അജയിനെ കൊണ്ട് കെട്ടിക്കാത്തതിൻ്റെ കെറിവ് അതാ മോളോട് തീർക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. മോള് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതിയെന്നേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവളുടെ സ്വഭാവം അങ്ങനെ, ഈ കുടുംബത്ത് വന്നു കയറുന്നതിൽ അവൾ മാത്രമുള്ളൂ തലതിരിഞ്ഞത്. പിന്നെ നമ്മളൊന്നും പറയത്തില്ല, ഒന്നുമില്ലെങ്കിലും ഭർത്താവില്ലാതെ ജീവിക്കുന്നതല്ലേ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അത് അവൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളാരും അങ്ങനെ ഒന്നും പറയാറില്ല, എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാണിക്കട്ടെ എന്ന് വെക്കും. അതുകൊണ്ട് മോളും അങ്ങനെ അങ്ങ് ക്ഷമിച്ച് കളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നിൽക്കാൻ കേട്ടോ ഭൂമി. അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട്, അത് ഇങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കണം ഞങ്ങളുടെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് സ്നേഹവാത്സല്യത്തോടെ മുത്തശ്ശിയും അങ്ങ് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഭൂമിയെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ സംരക്ഷിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഭൂമി അവിടെ സൗഭാഗ്യപുരത്തേക്ക് കയറി വന്നതോടുകൂടി തന്നെ സത്യന് തൻ്റെ എന്തൊക്കെയോ തനിക്ക് തിരിച്ചു ലഭിച്ചു എന്നൊരു തോന്നലാണ് കേട്ടോ സത്യന്. എന്നിട്ട് സത്യന് ഭൂമി അവിടെ ഉള്ളത് വളരെ ആശ്വാസവും മനസ്സിന് വളരെ കുളിർമയും ഏകുന്ന ഒരു ഇതായിരിക്കും കേട്ടോ. സത്യനാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഭൂമിയെ. അങ്ങനെ ഭൂമിയെ ഏതൊരു സാഹചര്യത്തിലും ചേർത്ത് പിടിക്കാൻ കേട്ടോ ഭൂമിക്ക് സമ്മാനങ്ങളൊക്കെ വാങ്ങി നൽകുന്നുണ്ട്. അപ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്തിനാ എനിക്കിതൊക്കെ സാറ് തരണമെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മകളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കണ്ട ഇതൊക്കെ. ഇപ്പോൾ നിന്നെ ഞാൻ ആ സ്ഥാനത്താണ് കാണുന്നത്, എനിക്ക് നിന്നെ കാണുമ്പോൾ എന്തോ ഒരു ബന്ധം എനിക്ക് നിന്നിൽ തോന്നുക, അതുകൊണ്ടാണ് ഈ ഡ്രസ്സും പിന്നെ ഇതിന് കുറച്ച് സാധനങ്ങൾ എനിക്ക് കണ്ട എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു, നിനക്ക് പാകമാകുമെന്നൊന്നും അറിയില്ല, ഇതൊക്കെ നീ ഒന്ന് നോക്കണം കേട്ടോ, നിനക്ക് പാകമാകുമെന്ന്, പിന്നെ ഇഷ്ടപ്പെട്ടോ എന്നും പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമ്മാനങ്ങളൊക്കെ നൽകുകയാണ് കേട്ടോ. അങ്ങനെ റൂമിലേക്ക് ഈ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അജയ് പറഞ്ഞിട്ട്, ഇതെന്താടോ ഒരു കട തന്നെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, താൻ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നോ? അല്ല, ഇതൊക്കെ സത്യൻ സാറ് തന്നതാ. അങ്കിളോ? എന്തിന്? എന്തോ സാറിന് എന്നെ വലിയ ഇഷ്ടമാണ്, എപ്പോഴും പറയും നമ്മൾ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ടെന്ന്. ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഇനി എന്നെ അച്ചാന്ന് വിളിച്ചാൽ മതിയെന്ന്. എന്ത് പറയാനാ, അങ്കിളിൻ്റെ മകൾ, അത്രയും പ്രിയപ്പെട്ട മകളും ഭാര്യയല്ലേ അങ്കിളിന് നഷ്ടമായത്. അവരെവിടാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല, എന്ത് ചെയ്യാൻ. അങ്കിൾ അതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് അവരെ, പറഞ്ഞിട്ട് കാര്യമില്ല. 2.5 വയസ്സുള്ളപ്പോഴാണ് ആ പെൺകുട്ടി ഞങ്ങളുടെ അഭിരാമിയെ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്. ഇപ്പോൾ അവൾക്ക് നിൻ്റെ പ്രായമൊക്കെ ആയി കാണും, സുന്ദരി കുട്ടിയായിരുന്നു. എനിക്ക് അവളെക്കുറിച്ച് വലിയ അറിവില്ല, എങ്കിലും എപ്പോഴും മുത്തശ്ശിയൊക്കെ പറഞ്ഞൊരറിവുണ്ട്, എപ്പോഴും ഞാൻ അവളോട് കുറുമ്പ് കാണിക്കുമായിരുന്നു, എപ്പോഴും ഞാൻ അവളുമായിട്ട് വഴക്കടിക്കുമായിരുന്നു, എപ്പോഴും ഞങ്ങൾ തമ്മിൽ അടിയായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുക്കാറില്ല കേട്ടോ, പരസ്പരം അതുപോലെ സ്നേഹമായിരുന്നു, എൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അടിയും ബഹളവും
പിന്നെ തമാശകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാമായിരുന്നു. അവളെ തിരിച്ചു കൊടുക്കാൻ ഞാൻ അങ്കിളിന് വാക്ക് കൊടുത്തതാണ്, അത് എന്തായാലും എനിക്ക് ചെയ്യുക തന്നെ വേണം എന്ന് പറയുമ്പോൾ ഭൂമിയും പറയുന്നുണ്ട്, അതെ അങ്കിളിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അങ്കിളിൻ്റെ ഏറ്റവും വലിയ സ്വത്താണ് ആ പെൺകുട്ടി, ആ അഭിരാമി തിരിച്ചു കൊടുക്കുക തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു തെളിവുകളും ബാക്കിയില്ലാതെ അവരുടെ മിസ്സിങ്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്തായാലും എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ തരാതിരിക്കില്ലല്ലോ. പിന്നെ ഇത്രയും പേരുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും തനിക്ക് ഗോളടിച്ചല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഭൂമി പറയാണ്, അതെ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് പുതിയൊരു അച്ഛനെ കിട്ടി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പലപ്പോഴും ഞാൻ സത്യൻ സാറിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണുന്നുണ്ട്, മോളേന്ന് വിളിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പോൾ അജയ്ക്കും സങ്കടമാകാണ്. അജയ് ഇങ്ങനെ ഭൂമിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, താൻ സങ്കടപ്പെടേണ്ട, താൻ അതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിധി എന്നല്ലേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. താൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട, ഇപ്പം തന്നെ സ്നേഹിക്കാനും തൻ്റെ സംരക്ഷിക്കാനും ഒക്കെ എത്ര പേരാണ് ഇവിടെ ഉള്ളത്, അത് മാത്രം താൻ ചിന്തിക്കുക, ചിരിച്ച മുഖത്തോടുകൂടി നടക്കുക, അതാ തനിക്ക് എപ്പോഴും ഭംഗി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അഞ്ജനയാണെങ്കിൽ ആ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുകയാണ് കേട്ടോ. കാരണം തൻ്റെ ഒരു പ്ലാനിങ്ങുകളോ ഒരു കാര്യമോ നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡ്രഗ്സിന് അഡിക്റ്റ് ആകുകയാണ്. അങ്ങനെ ഭവാനി ചെന്ന് മുറി തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ അഞ്ജനയാണെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കണമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വാതിൽ കുറ്റിയിട്ടിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്, ഒന്നാമതേ നമ്മളിവിടെ ആർക്കും ഒരു വിലയില്ല, ഏത് നിമിഷം ഇവിടുന്ന് പെട്ടിയും കിടക്കെടുത്ത് പോകേണ്ട അവസ്ഥയില്ല, ആ അവസ്ഥയിൽ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായത് അറിയാമല്ലോ നിനക്ക്, അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നു എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്ത് നീ പ്രതീക്ഷിക്കേണ്ട, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം, ഇനി ഈ കുന്തൊന്നും വലിച്ച് കുടിച്ചേക്കരുത്, എല്ലാം എന്നെയും കൂടെ പെരുവഴിയിൽ ഇറക്കാനുള്ള പ്ലാനാണോ നീ ഇടുന്നത് എന്നൊക്കെ പറയുമ്പോൾ അഞ്ജന പറഞ്ഞിട്ട്, പിന്നെ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്, അമ്മ തന്നെ പറ, അജയിനെ വിവാഹം കഴിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു, അത് നടന്നില്ല, ഇപ്പോൾ അവളും അവനും കൂടെ ഇവിടെ പ്രണയിച്ച് കിന്നരിച്ച് നടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കണമെന്നാണ് അമ്മ പറയുന്നത്, എനിക്കതൊന്നും കാണാൻ കഴിയില്ല, എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഭവാനി പറഞ്ഞിട്ട്, അത് നിനക്ക് മാത്രമല്ല എനിക്കുണ്ട്, അതിനൊരു അവസരം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിനൊരു അവസരം കിട്ടിക്കഴിയുമ്പോൾ ഞാൻ തീർക്കും അവളെ, എൻ്റെ മോൾ എന്നിട്ട് ആ സ്ഥാനത്തേക്ക് വരിക തന്നെ ചെയ്യും, അതുകൊണ്ട് മോൾ വിഷമിക്കാതെ, നീ നിൻ്റെ ജീവിതം ഇങ്ങനെ കുടിച്ച് നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ആശ്വസിപ്പിക്കുകയാണേ. അങ്ങനെ ഭവാനിക്ക് ആകെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. കാരണം അഞ്ജനയുടെ ഈ ഒരു വിഷമവും അഞ്ജന ഇങ്ങനെ കുടിക്കുന്നതും ഒക്കെ കണ്ടിട്ട് ഭവാനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണേ. അങ്ങനെ ഭൂമിജിയോടുള്ള ആ ഒരു ദേഷ്യവും ഇതൊക്കെ വൈരാഗ്യമൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് കേട്ടോ. അവളെ എങ്ങനെയെങ്കിലും തകർക്കണം, നശിപ്പിക്കണം എന്നൊരു ചിന്ത മാത്രം നമ്മുടെ അവളുടെ മനസ്സിൽ കാണുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നീട് ഭവാനി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് മുകളിലേക്ക് പോകുകയാണ് കേട്ടോ നമ്മുടെ ഭൂമി. അങ്ങനെ മുകളിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശിയൊക്കെ ഉച്ചമയൊക്കെ ആയിരിക്കും. അങ്ങനെ വീട്ടിൽ ആരും കാണില്ല, ബാക്കിയുള്ളവരൊക്കെ ഓഫീസിലും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഓരോരോ ഇതിൽ നിൽക്കുമായിരിക്കും കേട്ടോ. അപ്പം അജയും അവിടെ ഉണ്ടായിരിക്കില്ലേ. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഭവാനി ആരും അറിയാതെ ആ സ്റ്റെപ്പിൻ്റെ താഴെ കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ നടുവിടിച്ച് വീഴണം എന്നൊക്കെ പറഞ്ഞു, ഒരിക്കലും അവൾ എണീക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ എണ്ണ ഒഴിച്ച് വെക്കാൻ കേട്ടോ. അങ്ങനെ ഭൂമി പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. ഇതേ സമയത്ത് അവിടെ അജയും എത്തുന്നുണ്ട് കേട്ടോ. അജയും എന്തോ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പോകാം, ഊണൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഭൂമി അവിടെ നിന്നും ഇറങ്ങി വരുമ്പോൾ ആ സ്റ്റെപ്പിൽ സ്ലിപ്പായി അങ്ങനെ താഴേക്ക് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ ഇത് കണ്ടുകൊണ്ട് ഓടി എത്തുകയാണ് കേട്ടോ അജയ്. ഭൂമി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയെ കോരി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിയുടെ കാലിന് ഇങ്ങനെ ഒരു ഇത് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് താങ്ങി എടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ നിലവിളി ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് എല്ലാവരും റൂമിൽ നിന്നൊക്കെ ആയിട്ട് ഇറങ്ങി വരണുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഭൂമി താങ്ങി പിടിച്ച് നിൽക്കുന്ന അജയിനെയാണ് കേട്ടോ എല്ലാവരും കാണുന്നത്. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഭവാനിയും ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എവിടെയാണെങ്കിലും വന്നോളും ഒരു ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭവാനി അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയ ഭൂമി മോൾക്ക്, എന്തിനാ ഇവള് ഒരു സൗണ്ട് കേട്ടത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ ഭൂമി ഫ്ലിപ്പായി പോയതാണ് മുത്തശ്ശി, എന്താണെന്നറിയില്ല,
ഞാൻ കറക്റ്റ് സമയത്ത് വരികയായിരുന്നു. ഇനി കാലിന് നല്ല വേദനയുണ്ടോ ഭൂമി എന്ന് ചോദിക്കുമ്പോൾ നല്ല വേദനയുണ്ട്, എന്താണെന്നറിയില്ല, പെട്ടെന്ന് സ്ലിപ്പായതാ, സാരമില്ല, ഞാൻ റൂമിലേക്ക് കിടത്താൻ തന്നെ, എന്നിട്ട് ഡോക്ടറെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയെ കോരി എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് റൂമിലേക്ക് പോകും വഴി അജയ് കാണാണ് അവിടെ എല്ലാം എണ്ണ ഒഴിച്ച് കിടക്കുന്നത്, എണ്ണത്തുള്ളികൾ വീണിരിക്കുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ അജയ് പറയുന്നുണ്ട്, ഇതെന്താ ഇവിടെയൊക്കെ എണ്ണ കിടക്കുന്നത്, അപ്പോൾ എണ്ണയെ ചവിട്ടിയിട്ടാണോ ഭൂമി വീണത്, ഇതെങ്ങനെ ഇവിടെ എണ്ണ വീണത് എന്ന് മുത്തശ്ശിയും ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് കിച്ചണിൽ, അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, ഇന്ന് കിച്ചണിൽ അതിന് ഭൂമി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും കിച്ചണിൽ കയറിയില്ലല്ലോ, ഇപ്പോൾ അവൾ തന്നെ എണ്ണ കൊണ്ട് പോയപ്പോഴത്തേക്കിന് വീണതായിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതിന് കിച്ചണിൽ പാചകം ചെയ്യുന്ന എണ്ണയും കൊണ്ട് അവൾ മുറിയിലേക്കിനകത്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, ഞാൻ അതിനെ എണ്ണയൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല, കിച്ചണിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മേളിലേക്ക് കുളിക്കാൻ കയറിപ്പോയപ്പോഴും ഇവിടെ ഒന്നും കിടപ്പില്ല, ഇപ്പോൾ തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ഇവിടെ എണ്ണ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്, എന്താ സംഭവിച്ചേ ഒന്നും മനസ്സിലാവുന്നില്ലേ. ആ സമയത്ത് അജയ് അപ്പോൾ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പോൾ മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്, എണ്ണ ഇവിടെ ഒഴിച്ചത് ആരാണെന്ന് എനിക്കറിയാം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അഞ്ജനനെ ഇങ്ങനെ നോക്കുകയാണ് അജയ്. ആ സമയത്ത് അഞ്ജന ഇങ്ങനെ കള്ള ലക്ഷണത്തോടുകൂടി ഇങ്ങനെ മേളിലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ അജയ്ക്ക് മനസ്സിലാകുകയാണ് ഇത് തള്ളയും മോളും കൂടെ ഒപ്പിച്ച പരിപാടിയാണെന്ന്. അജയ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ് കേട്ടോ ഭൂമിനെ. എന്നിട്ട് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, എന്താടോ തനിക്ക് നല്ല വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല വേദനയുണ്ട്, കാലൊളുക്കിയെന്നാണ് തോന്നണേ, നല്ല വീഴ്ചയായിരുന്നു, കാല് കുത്തിയല്ലേ വീണേ, നല്ല വേദനയുണ്ട്, നല്ല പെയിനുണ്ട്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ട, ഹോസ്പിറ്റലിൽ വരെ എങ്ങനെ പോകും, അതുകൊണ്ട് ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം, നമ്മുടെ ഫാമിലി ഡോക്ടറുണ്ട്, പുള്ളിക്കാര്യത്തെ ഇങ്ങോട്ട് വിളിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഭൂമി അങ്ങനെ ആട്ടെ, എനിക്ക് നല്ല പെയിൻ ഉണ്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം നല്ല റെസ്റ്റ് വേണം, പിന്നെ നന്നായിട്ട് തിരുമ്പി കൊടുക്കണം, നല്ല മരുന്നുകളൊക്കെ വേദന തോന്നുകയാണ് ഈ മരുന്നുകളൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം അജയിനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എടാ നീ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് അർജൻറ്റായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് നീ ഇനി തിരിച്ചു പോയിക്കോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഭൂമിയുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഭംഗിയായി നോക്കിക്കോളാം എന്ന് പറയുകയാണേ. അപ്പോൾ നമ്മുടെ അജയ് പറഞ്ഞത് എന്നാൽ ശരി മുത്തശ്ശി എന്ന് പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് അജയ്ക്ക് തോന്നുന്നത് ഇനി ഞാനങ്ങനെ പറയുമ്പോൾ ഇവർ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് വേണ്ട മുത്തശ്ശി, ഞാൻ നിന്ന് ഭൂമിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, 2 ദിവസത്തെ ലീവ് എടുത്താൽ മതിയല്ലോ, ഭൂമിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, മരുന്നൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും മുത്തശ്ശിയുടെ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അജയ്ക്ക് അങ്ങ് സങ്കടമാകണേ, കാരണം അജയ് ഒരു ഇതിനു വേണ്ടി ഫാഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഞാൻ നോക്കിക്കോളാം എന്ന്. പക്ഷേ മുത്തശ്ശി അത് എത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് കരുതിയില്ല. അങ്ങനെ പിന്നെ അജയ് ലീവ് എടുക്കാനിട്ടോ, അങ്ങനെ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതായത് ഫുഡൊക്കെ കൊണ്ടുവന്ന് കിച്ചണിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, പിന്നീട് കാലിൽ മരുന്നൊക്കെ പുരട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് കാലിൽ നല്ല വേദനയുണ്ട്, ഒരു ഞൊട്ട വിടുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ തിരുമ്മിയിട്ട് അജയ് ആണെങ്കിൽ നീ അവസരം മുതലാക്കുക അല്ലേടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു ഞൊട്ട വിടുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് വെള്ളം വേണം, എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അജയിനെ അവിടെ നിർത്തി വട്ടം കറക്കുകയാണ് കേട്ടോ നമ്മുടെ ഭൂമി. അപ്പോൾ അജയ് ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും ഇന്ന് നിന്നതോടെ നിന്നു, ഇതിലും ഭേദം ഓഫീസിലെ ജോലികളാണ്, നാളെ തന്നെ പോവാം, ഞാൻ ലീവെല്ലാം ക്യാൻസൽ ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഭൂമി പറഞ്ഞിട്ട് അതെങ്ങനെ ശരിയാവും, മുത്തശ്ശിയോടൊക്കെ പറഞ്ഞല്ലേ ഞാൻ എൻ്റെ ഭാര്യനെ പൊന്നു പോലെ നോക്കിക്കോളാം, എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നത്തില്ല, അത് മാത്രമാണ്, അല്ലെങ്കിൽ തന്നെ ഒരു ഭർത്താവല്ലേ ഭാര്യയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്, ഇത് നന്നായിട്ട് ശുശ്രൂഷിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോഴത്തേന് പിന്നെ നീ അവസരം മുതലാക്കുമെന്ന് എനിക്കറിയാടി, നീ പഠിച്ച കളിയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അജയ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി പോകാൻ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭൂമിക്കും ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ ഭൂമി അറിയാതെ തന്നെ അജയിനെ പ്രണയിച്ചു തുടങ്ങുകയാണ് കേട്ടോ.